എല്ലാവർക്കും ജോബ് വാക്കൻസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മൾട്ടി ടാസ്കിംഗ് വർക്കറാണ് തസ്തികയുടെ പേരുള്ളത്. താല്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇതുപോലെ ഡെയിലി ജോബ് വാക്കൻസികൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിശദമായി നോക്കുകയാണെങ്കിൽ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയിലേക്കാണ് ജോബ് വാക്കൻസി ഉള്ളത്. MTS എന്നതാണ് തസ്തികയുടെ പേര്, അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നുള്ളതാണ്. സാലറി 5200 രൂപ മുതൽ 20200 രൂപ വരെയാണ് സാലറി സ്കെയിലുള്ളത്. കൂടാതെ അതിനൊപ്പം 1800 രൂപ ഗ്രേഡ് പേ ആയിട്ട് ലഭിക്കുന്നതാണ്. വേക്കൻസി ഒരു വേക്കൻസിയാണ് ഉള്ളത്. SSC ESM കാറ്റഗറീസിന് റിസർവേഷൻ ഉണ്ട്. 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI പാസ്, അതാണ് ക്വാളിഫിക്കേഷൻ ഉള്ളത്. ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായവർക്കൊക്കെ മുൻഗണന ലഭിക്കുന്നുണ്ട്, അവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രിഫറൻസ് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളതാണ് ഏജ് ലിമിറ്റ്. അതിനും റിലാക്സേഷൻ ഉണ്ട്, എല്ലാ കാറ്റഗറീസിനുമല്ല. SSC ST കാറ്റഗറീസിന് 30 വയസ്സ് വരെയും OBC 28 വയസ്സ് വരെയുള്ള റിലാക്സേഷൻ ഏജിൽ ലഭിക്കുന്നുണ്ട്. റിട്ടൺ ടെസ്റ്റിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് സെഷൻ 1 സെഷൻ 2 എന്ന് പറഞ്ഞിട്ട് 2 ടെസ്റ്റുകളാണ് ഉണ്ടാകുന്നത്. ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി 45 മിനിറ്റിൻ്റെതും റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ് 45 മിനിറ്റുമാണ് ഒന്നാമത്തെ സെഷൻ വരുന്നത്. രണ്ടാമത്തത് ജനറൽ അവെയർനെസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് കോംപ്രഹെൻഷനാണ് രണ്ടാമത്തെ സെഷൻ വരുന്നത്. രണ്ടും 45 മിനിറ്റും ഉള്ളതാണ്. അതിനുശേഷം ഡ്യൂട്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്, ഫോട്ടോഗ്രാഫി സെൻഡിങ്, ക്യാരിങ് ഓഫ് ഫയൽസ്, വാച്ച് ആൻഡ് വാർഡ് ഡ്യൂട്ടീസ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റൂംസ്, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ജോലികളാണ് ഇതിൽ വരുന്നത്. സാലറി സ്കെയിൽ 5200 രൂപ മുതൽ 20200 രൂപ വരെയുള്ളതാണ് സാലറി സ്കെയിൽ വരുന്നത്. കൂടാതെ നിങ്ങളുടെ ഡ്യൂട്ടീസിൽ നോൺ ക്ലറിക്കൽ വർക്ക് കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അസസിങ് ഇൻ റൊട്ടീൻ ഇൻ ഓഫീസ് വർക്ക്, അതുപോലെ തന്നെ വാഹനം ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. ഡ്രൈവിംഗ് ഓഫ് വെഹിക്കിൾസ് എന്ന് കൃത്യമായിട്ട് അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അപ്കീപ്പ് ഓഫ് പാർക്സ്, ക്ലീനിങ് റൂംസ്, അതുപോലെ സുപ്പീരിയർ അതോറിറ്റി പറയുന്ന മറ്റെല്ലാ വർക്കുകളും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മറ്റുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. പോസ്റ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്യേണ്ട ഫോമിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് വിജ്ഞാപനത്തോടൊപ്പം നൽകിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളാണ് വെക്കേണ്ടത്. കോപ്പികൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളാണ് വെക്കേണ്ടതായിട്ട് വരുന്നത്. ആപ്ലിക്കേഷൻ്റെ കൃത്യമായൊരു ഫോം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോപ്പികൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അതിൻ്റെ കൂടെ വെക്കേണ്ടതാണ്. ജനുവരി 20-നകം എന്ത് ചെയ്യണം? നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യേണ്ട അഡ്രസ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സെക്രട്ടറി, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, സൂചന ഭവൻ 8, CGO കോംപ്ലക്സ്, ലോധി റോഡ്, ന്യൂഡൽഹി. പിൻകോഡ് വരുന്നത് 11003. വിത്തിൻ 30 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് എന്നാണുള്ളത്. ജനുവരി 20-ന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോം ഫില്ല് ചെയ്ത് ഈ പറഞ്ഞ അഡ്രസ്സിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം, അതിനുശേഷം ഫില്ല് ചെയ്ത് മേൽപ്പറഞ്ഞ അഡ്രസ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. 10ാം ക്ലാസ്സാണ് യോഗ്യത വരുന്നത്. കൂടാതെ ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രിഫറൻസും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. സാലറി സ്കെയിൽ വരുന്നത് 5200 രൂപ മുതൽ 20200 രൂപ വരെയാണ്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയിലേക്കാണ് തസ്തിക വരുന്നത്. MTS